എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ സഹായിക്കുന്നു. പക്ഷേ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്നവരെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്നലെയും ഒരു 10-100 പേര് മണ്ഡലത്തിന് പുറത്തു നിന്ന് വന്നു. അപ്പം എനിക്ക് പരിമിതികളുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള എനിക്ക് അഭ്യർത്ഥന. കാരണം ഫസ്റ്റ് ടൈമറായിട്ട് MLA നിലയ്ക്ക് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക. അതിലെനിക്ക് പറയാനില്ല. മോനിപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ഭർത്താവിൻ്റെയും പ്രവർത്തനം കണ്ടു, മോനെയും പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനകത്ത് ഉള്ളതൊരു കമ്പാരിസൺ വരുമ്പോൾ ഉമ്മൻചാണ്ടി 53 വർഷം കൊണ്ട് വലിയൊരു നേതാവായി, ചീഫ് മിനിസ്റ്ററായി, ഒരുപാട് സഹായിക്കാനുള്ള സപ്പോർട്ടിനുള്ള സോഴ്സസ് എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനസ്സുമുണ്ട്, സോഴ്സസും ഉണ്ട്. ചാണ്ടിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയെ പോലെ ആൾക്കാർ ഇവനെ കാണുക. മോനൊരു 1 വർഷമായിട്ട് MLA ആയിട്ടുള്ളൂ. ആ കയറി എൻ്റെ മനസ്സിൻ്റെ ആ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ 14 ജില്ലയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി ചെയ്ത പോലെ സോഴ്സ് ചാണ്ടിമോനില്ല. പിന്നെ കമ്പയർ ചെയ്താൽ ഉമ്മൻചാണ്ടിയേക്കാൾ ഒരുപടി ഇതുവരെയുള്ള പ്രവർത്തനം ഞാൻ കമ്പയർ ചെയ്യും. അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി ഊടുവഴികളെല്ലാം KSUവിന് വേണ്ടി ഫോം ചെയ്യാൻ വേണ്ടി പച്ചമാങ്ങാതെ നിന്നും അന്നത്തെ സ്ഥലത്ത് പച്ചവെള്ളം കുടിച്ച് നടന്നും അലച്ചും സൈക്കിളിൽ പോയി എല്ലാ ഊടുവഴിയിലും കേരളത്തെ മുഴുവൻ ഊടുവഴിയിലും പുള്ളി ഉമ്മൻചാണ്ടിക്ക് അറിയാം. പക്ഷെ ചാണ്ടിമോനപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ മോൻ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്നു. ഉമ്മൻചാണ്ടി ചെരുപ്പിട്ട് നടത്തുമ്പോൾ ചാണ്ടിമോൻ ചെരുപ്പില്ലാതെ നടന്നു. ഉമ്മൻചാണ്ടി ഫാസ്റ്റായിട്ടൊന്നും ചാണ്ടിമോൻ ഓടി. പിന്നെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിന് ഷേവ് ചെയ്യായിരുന്നു. അതിവിടെ ഇല്ല. അത് മാത്രമേ പരാതി അവസാനമായി